നമസ്കാരം. ഇന്നത്തെ തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തവണയും ഓണക്കിറ്റ് നൽകുക മഞ്ഞക്കാർഡ് ഉടമകൾക്ക് മാത്രം. സംസ്ഥാനത്ത് 5,87,000 മഞ്ഞക്കാർഡ് ഉടമകളാണ് ഉള്ളത്. ഇവർക്ക് മാത്രം ഓണക്കിറ്റ് നൽകാൻ 35 കോടിയോളം രൂപ വേണ്ടിവരും. കിറ്റിൽ ഏതൊക്കെ സാധനങ്ങളാണ് അടങ്ങിയിരിക്കുക എന്നതിൽ 2 ദിവസത്തിനുള്ളിൽ വ്യക്തത വരും. അതേസമയം സെപ്റ്റംബർ 4-നകം ഓണച്ചന്തകൾ തുടങ്ങുമെന്നാണ് സപ്ലൈകോ അറിയിച്ചിരിക്കുന്നത്. വയനാട്ടിലെ ദുരന്തബാധിതരുടെ മുഴുവൻ കടവും എഴുതിത്തള്ളണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വായ്പയെടുത്ത പലരും ഇന്നില്ല. ആ ഭൂമിയിൽ ഇനി ഒന്നും ചെയ്യാനാകില്ല. അവധി നീട്ടി നൽകലോ പലിശയിളവോ പരിഹാരമാകില്ല. ഇക്കാര്യത്തിൽ കേരള ബാങ്കിനെ മാതൃകയാക്കാൻ മറ്റു ധനകാര്യ സ്ഥാപനങ്ങൾ തയ്യാറാകണം. തിരുവനന്തപുരത്ത് ബാങ്കേഴ്സ് സമിതിയുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. KSRTC പുതിയ 585 ഡീസൽ ബസ്സുകൾ കൂടി വാങ്ങും. ഗ്രാമീണ റൂട്ടുകളിലേക്ക് കൂടുതൽ മിനി ബസ്സുകളും ദീർഘദൂര സർവീസുകൾക്കായി സ്ലീപ്പർ, സെമി സ്ലീപ്പറുകളും ഉൾപ്പെടെയാണ് വാങ്ങുന്നത്. വ്യാഴാഴ്ച ഗതാഗത മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന്റേതാണ് തീരുമാനം. പ്ലാൻ ഫണ്ടിൽ സർക്കാർ അനുവദിക്കുന്ന 93 കോടി രൂപ ബസ് വാങ്ങുന്നതിനായി ഉപയോഗിക്കും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവർക്ക് നൽകിയ ആശ്വാസധനത്തിൽ നിന്ന് വായ്പയുടെ തിരിച്ചടവ് പിടിച്ച നടപടി തിരുത്തുമെന്ന് കേരള ഗ്രാമീൺ ബാങ്ക്. EMI-യുടെ തുക ഈടാക്കിയ 3 പേരുടെ അക്കൗണ്ടിലേക്ക് പണം തിരികെ അയച്ചിട്ടുണ്ടെന്ന് ബാങ്ക് അറിയിച്ചു. ബാങ്കിന്റെ നടപടിക്കെതിരെ യുവജന സംഘടനകളുടെ പ്രതിഷേധത്തിനിടെയാണ് നടപടി. ബാങ്കിന്റെ കൽപ്പറ്റ റീജിയണൽ ഓഫീസ് യുവജന രാഷ്ട്രീയ സംഘടനകൾ ഉപരോധിച്ചിരുന്നു. സർക്കാർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന് പിന്നിൽ ആസൂത്രിത ഗൂഢാലോചന നടന്നെന്ന് ആരോപണം. ഡോക്ടറെ കൊലപ്പെടുത്തിയത് യാദൃച്ഛികമായ സംഭവമല്ലെന്നും പിന്നിൽ കൃത്യമായ ആസൂത്രണമുണ്ടെന്നും സഹപ്രവർത്തകരും ബന്ധുക്കളും പറയുന്നു. മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് ഇടപാടുകൾ അടക്കമുള്ള പല സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും നടക്കുന്നതായും ആരോപണമുണ്ട്. അതിനിടെ നീതിക്കായുള്ള പോരാട്ടം തുടരുകയാണ്. ഇരയുടെ ഡയറിയിലും നിർണായക വിവരങ്ങളുണ്ട്. ജസ്ന തിരോധാന കേസിൽ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടായ പശ്ചാത്തലത്തിൽ CBI സംഘം ചൊവ്വാഴ്ച മുണ്ടക്കയത്തെത്തും. കാണാതാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മുണ്ടക്കയത്തെ ലോഡ്ജിൽ വെച്ച് ജസ്നയെ കണ്ടെന്ന് പറഞ്ഞ ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ മൊഴി CBI രേഖപ്പെടുത്തും. ഇതു സംബന്ധിച്ച നിർദ്ദേശം ജീവനക്കാരിക്ക് അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ ഇവരുമായി ഫോണിൽ സംസാരിച്ച CBI സംഘം പ്രാഥമിക വിവരങ്ങളെല്ലാം ശേഖരിച്ചു. ജീവനക്കാരിയുടെ മൊഴിക്ക് എത്രമാത്രം വിശ്വാസ്യതയുണ്ടെന്ന് കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. ലോഡ്ജ് ഉടമയെയും CBI ചോദ്യം ചെയ്യും. ലോഡ്ജിന്റെ രജിസ്റ്റർ പിടിച്ചെടുത്ത് പരിശോധിക്കാനാണ് നീക്കം. ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ബ്രാഞ്ചിലെ 26 കിലോ സ്വർണ്ണ തട്ടിപ്പിൽ നിർണായക അറസ്റ്റ്. പ്രതി മുൻ ബാങ്ക് മാനേജർ മധു ജയകുമാർ പിടിയിലായി. തെലങ്കാനയിൽ നിന്നാണ് പ്രതി പിടിയിലായത്. തെലങ്കാന പോലീസിന്റെ കസ്റ്റഡിയിലുള്ള മധു ജയകുമാറിനെ അറസ്റ്റ് ചെയ്യാനായി കേരള പോലീസിന്റെ അന്വേഷണ സംഘം പുറപ്പെട്ടു. റഷ്യൻ സൈനിക സംഘത്തിനു നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട തൃക്കൂർ സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ കടമ്പകളേറെ. തൃക്കൂർ നായരങ്ങാടി സ്വദേശി കാങ്കിൽ ചന്ദ്രന്റെ മകൻ സന്ദീപാണ് റഷ്യൻ സൈന്യത്തോടൊപ്പം ഉണ്ടായിരുന്നത്. സംഭവത്തിൽ എംബസിയിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം തിങ്കളാഴ്ച ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. സന്ദീപ് റഷ്യൻ പൗരത്വം സ്വീകരിച്ചതായും സൈന്യത്തിൽ ചേർന്നതായും സൂചനകളുണ്ട്. പൗരത്വ പ്രശ്നം മൃതദേഹം നാട്ടിലെത്തിക്കാൻ ബുദ്ധിമുട്ടായി മാറും. ഇതിനിടയിലും എങ്ങനെയും മൃതദേഹം എത്തിക്കാൻ ശ്രമം നടത്തുകയാണ് ബന്ധുക്കൾ. ഇന്ത്യ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിൽ ഒന്ന് ജനസംഖ്യ കുതിച്ചുയരുന്നതാണെന്ന് ഇൻഫോസിസ് സഹസ്ഥാപകൻ NR നാരായണമൂർത്തി. ഇന്ത്യക്കാർക്ക് അടിയന്തരാവസ്ഥ കാലം മുതൽ ജനസംഖ്യ നിയന്ത്രിക്കാൻ അറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രയാഗ്രാജിലെ മോത്തിലാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ കോൺവൊക്കേഷൻ ചടങ്ങിൽ പങ്കെടുത്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുടിവെട്ടാൻ വിസമ്മതിച്ചതിനെ ചോദ്യം ചെയ്ത ദളിത് യുവാവ് ബാർബർ ഷോപ്പിൽ കുത്തേറ്റു മരിച്ചു. കർണാടകയിലെ കോപ്പാളിലെ യലബുർഗ താലൂക്കിൽ സംഗനല ഗ്രാമത്തിലാണ് സംഭവം.
ബാർബർ ഷോപ്പിൽ മുടിവെട്ടാനായി വന്ന യമനൂരപ്പ ബന്ദിഹ ആണ് കൊല്ലപ്പെട്ടത്. പ്രതിയായ ബാർബർ ഷോപ്പ് ഉടമ മുഡുഗപ്പ ഹാത്പതയെ യലബുർഗ പോലീസ് അറസ്റ്റ് ചെയ്തു. ദളിതനായതിനാൽ യമനൂരപ്പയുടെ മുടി മുറിക്കാൻ മുഡുഗപ്പ തയ്യാറായില്ല. ഇതേ ചൊല്ലി ഇരുവരും തമ്മിൽ തർക്കം നടക്കുന്നതിനിടെ മുഡുഗപ്പ കത്രിക കൊണ്ട് കുത്തുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. വയറുവേദനയെ തുടർന്ന് ചികിത്സയിലായിരുന്ന 9 വയസ്സുകാരൻ മരിച്ചു. ഭക്ഷ്യവിഷബാധയെന്നാണ് സംശയം. കാട്ടാക്കട സ്വദേശി ഗിരീഷ് മനീഷ ദമ്പതികളുടെ മകൻ ആദിത്യനാണ് മരിച്ചത്. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയായിരുന്നു മരണം. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി, നമസ്കാരം.